തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ വ്യവസായത്തിൽ തന്നെ ഒരു വലിയൊരു ചരിത്രമാണ് എഴുതി കുറിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതിന്റെ ഒരു ഓളം ചേർന്ന് വന്ന ഇപ്പോഴേ ഇറങ്ങിയ സിനിമകളൊക്കെ ഇന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊതുവെ എല്ലാ ഇറങ്ങിയ പടങ്ങളെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കാറുണ്ട് പല ഭാഗത്തുനിന്ന്. അപ്പോഴെല്ലാം നമുക്ക് കിട്ടിയത് ഇറങ്ങിയ പടങ്ങളെല്ലാം വളരെ നന്നായിട്ട് റിസൾട്ടോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മലയാള സിനിമ വളരെയധികം വൻ വിജയങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയാണ് മലയാള സിനിമകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിൽ നിന്നും ഓൾ ഇന്ത്യ തലത്തിൽ പോലും മലയാള സിനിമകൾക്ക് ഇപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭ്യമായിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ പോലുള്ള എമ്പുരാൻ, AR അങ്ങനെ തുടങ്ങി കിഷ്കിന്ധാകാന്ഡം, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ഈ സമീപകാലത്ത് എത്തിയത് മലയാള സിനിമയെ ഒരുപാട് പ്രതീക്ഷയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങളും വിവാദങ്ങളും ഒക്കെ. അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് മലയാള സിനിമാ വ്യവസായത്തെ ബാധിക്കുന്നത്? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ? വാസ്തവത്തില് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പറയാൻ ഞാൻ യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പൃഥ്വിരാജ്, അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറും ഡയറക്ടറും കൂടിയാണ്. കൂടാതെ ആ സിനിമയുടെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്ത എല്ലാവരും തന്നെ നല്ല ടാലന്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ആ സിനിമയെ ഞാൻ ഒരു പ്രേക്ഷകനായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ആവേശം കൊണ്ടാണ് സിനിമ കണ്ടു തീർത്തത്. അപ്പോൾ ഒരു പ്രേക്ഷകനെ ആസ്വദിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ത്രസിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉത്തേജനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സിനിമയുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം സിനിമ നിറവേറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞുള്ള കാര്യങ്ങളിന് പല ആളുകൾക്കും പല ഡയമെൻഷനുകളും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അവയെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇന്ന് റിലീസായ ഒരു ചിത്രം അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ആണ്. നമുക്കറിയാം, ഈ അന്യഭാഷാ ചിത്രങ്ങളെയൊക്കെയും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. ഒരു പക്ഷേ മലയാള ചിത്രങ്ങൾക്കൊപ്പം തന്നെ അത്തരത്തിൽ നമ്മൾ അങ്ങനെ ഭാഷാ വിവേചനം ഒന്നും തന്നെ ഈ സിനിമാ ആസ്വാദനത്തിന്റെ കാര്യത്തിൽ മലയാളികൾ കാണിക്കാറില്ല. അത്തരത്തിലൊരു സ്വീകാര്യത മലയാള സിനിമകൾക്ക് മറ്റു നാടുകളിൽ ലഭ്യമാകുന്നുണ്ട്. എമ്പുരാന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ മലയാളത്തിൽ ലഭിച്ച ഒരു സ്വീകാര്യത മറ്റു ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാല് മലയാളി പ്രേക്ഷകന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലയാളികൾ ഏത് ഭാഷാ സിനിമകളെയും നെഞ്ചോട് സ്വീകരിക്കുന്നവരാണ് മലയാളി സിനിമാ പ്രേക്ഷകർ. ശരിക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും നല്ല മലയാളി സിനിമാ പ്രേക്ഷകർ, സിനിമാ സ്നേഹികൾ കേരളത്തിൽ മാത്രമായിരിക്കും. കാരണം അവർ ഒരു തമിഴ് സിനിമ കാണുമ്പോൾ ഒരു തമിഴനായിട്ടും, ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ തെലുങ്കനായിട്ടും, ഒരു ഹോളിവുഡ് സിനിമ കാണുമ്പോൾ ആ നിലവാരത്തിലേക്കും ഉയർന്നാണ് അവർ സിനിമകൾ ആസ്വദിക്കാറുള്ളത്. പക്ഷെ എന്താ എന്ന് വെച്ചാൽ, പല സിനിമകൾക്കും, മലയാള സിനിമകൾക്കും കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര പ്രാധാന്യമോ അല്ലെങ്കിൽ വിചാരിച്ചത്ര ഒരു ക്രൗഡ് പുള്ളോ നമുക്ക് തിയേറ്ററുകളിൽ ലഭിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമീപകാലത്ത് ഇപ്പോഴ് എമ്പുരാൻ, മാർക്കോ അതുപോലുള്ള സിനിമകള് മലയാളത്തിൽ നിന്നും പോകുന്നതോടുകൂടി, ഏറം അതുപോലത്തെ സിനിമകളൊക്കെ പോകുന്നതോടുകൂടി കേരളത്തിന് പുറത്തു പോലും ഇപ്പോൾ മലയാള സിനിമകൾക്ക് മലയാള സിനിമ എന്നുള്ള രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതിപ്പോഴും വലിയ മാസ് പടങ്ങളല്ലാതെ കഥാചിത്രമായ സിനിമകൾക്ക് പോലും ഇപ്പോൾ പുറത്ത് സ്വീകാര്യത ലഭിച്ചു വരുന്നുണ്ട്. അത് കുറേയും കൂടി നന്നാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയാം, മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ചിത്രം, അതിന് ഈ തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടിയതാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ. അപ്പോൾ ഈ വലിയ താരങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ പോലും കഥയുടെ ആ ഒരു ആഖ്യാന രീതിയും അല്ലെങ്കിൽ കഥയുടെ കാമ്പ് അനുസരിച്ച് ചിത്രങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സിനിമാ വ്യവസായത്തിന് ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം മലയാള സിനിമാ വ്യവസായത്തിനുള്ള ഒരു പ്രത്യേകത, മലയാളത്തിലെ
വളരെ മിടുക്കന്മാരായ അല്ലെങ്കിൽ നല്ല ഇന്റലക്ച്വൽ വിഷനുള്ള ഡയറക്ടേഴ്സും അതിനോടൊപ്പം തന്നെയുള്ള നല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന മികച്ച ടെക്നീഷ്യന്മാരും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതിനേക്കാൾ ഏറ്റവും വലിയൊരു നഗ്നമായ ഒരു സത്യം എന്ന് പറയുന്നത് മലയാള സിനിമയിലുള്ള പ്രൊഡ്യൂസേഴ്സ് മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ വളരെയധികം ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയും അവരുടെ കാഴ്ചപ്പാടുകൾ മാറുകയും ചെയ്തു വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അവർക്ക് ഇന്ത്യൻ വ്യവസായത്തിൽ മലയാള സിനിമയ്ക്കൊരു നല്ല സ്ഥാനമുണ്ടെന്ന് അവരും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആക്ടേഴ്സും എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. കൂട്ടത്തിൽ നല്ലവരായ നമ്മുടെ മലയാളി പ്രേക്ഷകരും അത്തരം കാര്യങ്ങളെ തിരിച്ചറിയുകയും മലയാള സിനിമയ്ക്ക് അതിനു വേണ്ടുന്ന സ്വീകാര്യത നൽകി വന്നു തുടങ്ങിയ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ പറഞ്ഞ എമ്പുരാൻ, ARM, അതുപോലെ തന്നെയുള്ള മാർക്കോ, അതുപോലെയുള്ള 100 കോടി വിജയങ്ങൾ നേടിത്തന്ന സിനിമകളെല്ലാം തന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ലാൽ സാറിന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ബസൂക്ക, മമ്മൂക്ക സാറിന്റെ ബസൂക്ക ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ല അഭിപ്രായമാണ് ഇപ്പം തിയേറ്ററുകളിൽ നിന്ന് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ പടമായ മരണവാസം, അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന, വളരെ നല്ല ഒരു ടെക്നീഷ്യന്മാരായ ആലപ്പുഴ ജിംഖാന, ഈ പടങ്ങൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമുക്ക് ഈ സിനിമാ വ്യവസായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഡീഗ്രേഡിങ്ങിലൂടെയൊക്കെ സിനിമാ വ്യവസായത്തിനെ പിന്നോട്ടടിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ വ്യാജ പതിപ്പുകൾ, എമ്പുരാൻ ഇറങ്ങിയ മണിക്കൂറുകൾക്കകം തന്നെ വ്യാജ പതിപ്പും എത്തിയിരുന്നു. ആ ഒരു പ്രവണതയൊക്കെ ഈ സിനിമാ വ്യവസായത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെ. ഇതിനെ മാറ്റാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ വ്യാജ പതിപ്പ് എന്ന് പറയുന്നത് ഘടകം എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള ഫിലിം ടെക്നീഷ്യന്മാര്, ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും എത്ര ദിവസം എത്ര ആളുകൾ ചേർന്നിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കി തീർക്കുന്നത്. ആ സിനിമയെ സെക്കൻഡുകൾ കൊണ്ട് വല്ല ഒളിക്യാമറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ലോ ക്വാളിറ്റി സാധനം എടുത്തിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ആ പ്രവണതയെ നമ്മൾ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ മറ്റ് രീതികളിലും കുറച്ചും കൂടി സാങ്കേതികത ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് കൂടുതൽ നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഇതര ഭാഷകളിലും ഇതേപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല, മറ്റു ഭാഷകളിലെ വലിയ സിനിമകൾ ഇറങ്ങുമ്പോഴും ഇതുപോലെ അതിന്റെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രേക്ഷകർ, ഞാനൊരു പ്രേക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം വ്യാജ പതിപ്പുകളെ കാണാതിരിക്കുകയും അതേസമയം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണും, അല്ലെങ്കിൽ ഒരു OTT വരുമ്പോൾ ഞാൻ ആ OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണും എന്ന് ഒരു പ്രേക്ഷകൻ തീരുമാനിക്കുന്നതിലൂടെയാണ് ഒരു സിനിമാ വ്യവസായത്തിന് ഒരു വലിയൊരു വിജയം കൈവരിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കുന്നു. അത് പൊതുജനങ്ങൾ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, ലഹരികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ ബോധവൽക്കരണം മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ ഇടയിൽ അത്തരം സാധനങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നമ്മൾ ഓരോ പൗരനും അതിന്റെ ഒരു ധാർമ്മികത മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ മുന്നിൽ കണ്ടാൽ നമ്മൾ അതിനെ ഒബ്ജക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അധികാരികളെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരാൾ വ്യാജപതിപ്പ് കാണുവാണെങ്കിൽ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തണം. നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ ഓരോ വ്യക്തികളും, ഓരോ സിനിമാ പ്രേമികളും, ഓരോ പ്രേക്ഷകരും ചെയ്യുന്നതിലൂടെ നമുക്കൊരു വലിയൊരു വ്യവസായത്തെ തോളോട് ചേർന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടാവേണ്ടതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.